കണ്ണപുരത്തെ റിജിത്ത് വധക്കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ്. സിപിഎം പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ബിജെപി RSS പ്രവർത്തകരെയാണ് ശിക്ഷിച്ചത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2005 ഒക്ടോബറിലാണ് റിജിത്തിനെ കൊലപ്പെടുത്തിയത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത്. അവരുടെ ജീവിതം തീരണം, അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ചയും എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടൂലല്ലോ. അത് തിരിച്ചു കിട്ടിയെങ്കിലല്ലേ എനിക്ക് ആശ്വസിക്കാൻ, അവനെ കണ്ടു സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതൊരിക്കലും കിട്ടൂലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കുക? എങ്കിലും അതിനിപ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയാം. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അടിക്കട്ടോടും ന്യായത്തിനോടും ഞാൻ 1000 നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ പാർട്ടിക്കാരോടും നാട്ടുകാരോടും അവരുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ചെറിയ സന്തോഷമുണ്ട്. എന്നാലും 12 വർഷം കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നല്ലേ ചെയ്യുക. ആർക്കും തൂക്കുവായൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരും നിരാശയുണ്ട്. എനിക്ക് ഈ നിരാശയുണ്ട്. 12 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പുറത്തന്നെയല്ലേ ഇറങ്ങുക. വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും. തീരുമാനിച്ചില്ല. എന്നാണ് സന്തോഷം. എല്ലാവർക്കും പാർട്ടിയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് വേണ്ടി പാർട്ടിയും പ്രതികളുടെ കുടുംബങ്ങളും ആലോചിച്ചിരിക്കുകയാണ്. പ്രതികളുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേറെ പ്രതികളെയും ഒരുമിച്ച് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ആ വിധിയിലില്ല, ആ ഇതിലില്ല. കേസിൻ്റെ ഡയറി പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ, പ്രതികളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നീതു ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നീതു, കേസിൽ പ്രതികളായ മുഴുവൻ BJP RSS പ്രവർത്തകരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ് കോടതി. ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ, കണ്ണപുരം ചുണ്ടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. കേസിലെ പ്രതികളായ 9 RSS BJP പ്രവർത്തകരെയാണ് ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴയടക്കാനും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. കേസിൽ ആകെ 10 പ്രതികളായിരുന്നു ഉണ്ടായത്. ഇതിൽ മൂന്നാം പ്രതി KT അജേഷ് ഈ ഒരു വിചാരണ കാലയളവിൽ മരണപ്പെടുകയുണ്ടായി. നിലവിലുള്ള പ്രതികൾ 9 പേർ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, PP അജീന്ദ്രൻ, IV അനിൽ, PV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, PV ഭാസ്കരൻ തുടങ്ങിയ 9 പേരെയാണ് ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ വീതം പിഴയടക്കാനും കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പിഴയുടെ തുക ഒരുപക്ഷെ കൂടാനും സാധ്യതയുണ്ട്. കാരണം വിവിധ വകുപ്പുകൾ ആയുധം കൈവശം വെച്ചത് ഉൾപ്പെടെയും ഒപ്പം തന്നെ സംഘം ചേർന്ന് ആക്രമിക്കുക ഉൾപ്പെടെയുള്ള വകുപ്പുകളെല്ലാം തന്നെ ഈ ഒരു വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചേരുമ്പോൾ പിഴ തുകയിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നിലവിൽ ലഭിച്ചത് 7, 8, 9 ഒഴികെയുള്ള പ്രതികൾ ആയുധം കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട 148 വകുപ്പ് പ്രകാരം ഇവർക്ക് 3 വർഷം കഠിന തടവ് വിധിച്ചിട്ടുണ്ട്. 324, 147, 307, അതുപോലെ തന്നെ 341, 143 ഈ സംഘം ചേരൽ, ആക്രമിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെല്ലാം തന്നെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അർജുൻ.